പെർഫെക്റ്റ് ആയിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ തിന്നായിട്ടുള്ള വെർമിസെലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിൻ്റെ ടേസ്റ്റേ ഒന്ന് വേറെയാണ്. നല്ല ക്രീമി ആയിട്ട് നല്ല സോഫ്റ്റാണ്. നമ്മൾ മറ്റ് വലിയ സേമിയ കൂട്ടുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാലടയുടെ ഒരു നല്ലൊരു ടേസ്റ്റും ആ കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വരെ പഞ്ചസാര നമുക്ക് എടുക്കാം. ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ക്യാരമലാക്കാൻ വെക്കാം. ഈ സമയത്ത് ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇളക്കേണ്ട. അതൊന്ന് കളർ മാറി വരുമ്പം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇപ്പം നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ ആവുന്നവരെ ആക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മേഡ് ഇല്ലാത്തവർക്ക് പാൽപ്പൊടി ചേർക്കാം. ഇനിയിപ്പോൾ അത് ചേർത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറു തീയിലാണ് കേട്ടോ. തീ ഒത്തിരി കൂടി വെക്കരുത്. അത് ഈ കാരമൽ ഇങ്ങനെ കട്ടിയായിട്ട് വരും. അതിനുശേഷം ഇത് മെൽറ്റായിട്ട് ഒരു സിറപ്പ് രൂപത്തിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും. ഇതിപ്പം കണ്ടില്ലേ, നല്ല നമ്മൾ പിങ്ക് പാലടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കളർ വന്നിട്ടില്ലേ. ഇതിൽ ഇങ്ങനെ തന്നെ നല്ല സ്മെല്ലാണ്. നല്ല നമുക്ക് കൊതി വരുന്നൊരു മണമാണ് ഇപ്പോൾ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ ചൂടുവെള്ളം തണുത്ത വെള്ളം എന്ത് വേണ്ടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഫുള്ളും മെൽറ്റായിട്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പറഞ്ഞല്ലോ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് മാത്രമേ ഞാനിത് യൂസ് ചെയ്യുന്നുള്ളൂ. പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാടൻ പാല് കിട്ടത്തില്ലേ, അതാണ്. അതപ്പം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ 1/2 ലിറ്റർ പാലും കൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള പായസം തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. ഒത്തിരി പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സേമിയ ചേർത്താൽ മതി. ഞാനിവിടെ 100 ഗ്രാം സേമിയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ കാണിച്ചല്ലോ, ഞാൻ പറഞ്ഞില്ലേ വേറെ തിന്നായിട്ടുള്ള സേമിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 65 രൂപയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഞെരിച്ചാൽ മതി, ഇങ്ങനെ കിട്ടിക്കോളും. ഇനി ഞാൻ സെപ്പറേറ്റ് ഒന്ന് റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അതേപടി ചേർക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ ഇത് നമ്മുടെ ക്യാരമലും മിൽക്ക് മേഡിൻ്റെയൊക്കെ മിക്സ് നന്നായിട്ട് ഇതിൽ പാലിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഈ സേമിയ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു 5 മിനിറ്റ് പോലും എടുക്കേണ്ടി വന്നിട്ടില്ല. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ കയ്യിലുള്ള സേമിയ കട്ടി കൂടിയുള്ളതാണെങ്കിൽ അത് വേവുന്നവരെ വേവിക്കുക, അത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് നല്ല കുറുകി നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒത്തിരി നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സേമിയ പോലുള്ള പായസം, സേമിയ ആണെങ്കിലും എന്ത് പായസമാണെങ്കിലും നമ്മളൊരു കുറച്ചൊന്ന് തിന്നായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് ഇരുന്നും നന്നായിട്ട് കുറുകി വരും. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ഇതിലേക്ക് ഏലക്കപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഏലക്കപ്പൊടി ചേർക്കാം. എനിക്ക് നമ്മുടെ ആ പാലടയുടെയൊക്കെ ആ ടേസ്റ്റുള്ള ആ ഒരു സേമിയ പായസമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ്, ഏലക്കപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്നേക്കാളും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നട്ട്സും കിസ്മിസും ഒക്കെ നെയ്യിൽ വറുത്തിടാം. ഞാനിവിടെ ബദാമും കശുവണ്ടിയും മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് എടുത്തിട്ടുള്ളത്. അത് നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട്